രമേശിന്റെ ബില്ല് എത്രയോ? രമേശ് ചേട്ടന്റെ ബില്ലല്ലേ ഒരു 1230 ആയിട്ടുണ്ട്. അതെ, പിന്നെ ഈ രമേശ് ചേട്ടനോടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞേക്കട്ടാ. രണ്ടുപേരും മരുന്ന് വല്ലതും ഉണ്ടോ? മരുന്നൊന്നും എഴുതിയിട്ടില്ല. ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നടന്നൂടെ രമേശ? ഇതിപ്പോ എത്രാമത്തെ തവണയാണ് തല പൊട്ടണത്? ഈ തല കേട്ട അടുത്ത കാലത്തൊന്നും മാറുമെന്ന് എനിക്ക് തോന്നണല്ലോട്ടാ. അതെന്താ? അതങ്ങനെയാണ് സിസ്റ്ററെ, അതൊരു വലിയൊരു കഥയാണ് അത്. മുട്ട അല്ല മടിയും പിള്ളേ, 200 മുട്ട 2 മാസത്തേക്കായിരിക്കും അല്ലേ? അല്ല, 2 ദിവസത്തേക്കാ. പൊന്നാര രമേശ, ഫിസിക്കലി മണിയമ്പലയുടെ മുട്ട ജന്മത്ത് നടക്കുമോ എനിക്ക് തോന്നല്ല കേട്ടോ. നീ കൂടുതലൊന്നും ഇങ്ങോട്ട് സംസാരിക്കണ്ട. നിന്റെ വേലിയേറ്റ പ്രതിഭാസമായി ഇന്നത്തോടുകൂടി നിർത്തിക്കൊള്ളാം. നീ എങ്ങാനും ഞാൻ അവരുടെ അതിരിലേക്ക് വേലി എങ്ങാനും കയറ്റിട്ട് ഞാൻ അറിഞ്ഞ നീ വിവരം അറിയും. ഈ പറയണ ആരാന്നറിയോ നിനക്ക്? മെമ്പർ ബിജു ആണ് ഈ പറയണത്, മനസ്സിലായ? ആ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി അവന്റെ ശല്യം ഉണ്ടാവും. വലിയ ഉപകാരം മെമ്പറെ. എന്തിനാണ് ഈ ഫോർമാലിറ്റീസ് ഒക്കെ? നിങ്ങളെപ്പോലുള്ളൊരു ഓട്ടല്ലേ ഈ മെമ്പർ ബിജുവിന്റെ ഒരു ഊർജ്ജം. എന്താണിക്കടാ, എന്റെ നമ്പർ കയ്യിലില്ലേ? ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും എന്നെ വിളിച്ചു. ഈ മെമ്പർ ബിജു കൂടെ തന്നെ. അതറിയാലാ, 1-2 കൊല്ലായി ഈ കാര്യം പറഞ്ഞ മെമ്പർ വീട്ടിൽ കയറി ഇറങ്ങി. ഇപ്പൊ എന്റെ ഭാര്യനെ കൊണ്ടൊന്ന് വിളിപ്പിച്ചപ്പോ ഒറ്റയടിക്ക് മെമ്പർ കാര്യം പരിഹരിച്ച്. അതാണ് ആണുങ്ങളും പെണ്ണുങ്ങളും മെമ്പറെ കാണാൻ വരുമ്പോൾ വ്യത്യാസം. ഒരു കാര്യം ചെയ്, മെമ്പർ വിട്ടോ. ഞാൻ എപ്പോഴേ പറഞ്ഞു മുകളിൽ ഭർത്താവുണ്ട്, അപ്പൊ കേട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആക്ഷൻ അല്ലേ കാണിച്ചോളൂ. വണ്ടി എടുത്ത് എന്റെ കാര്യത്തിന് വല്ല തീരുമാനം ഉണ്ടോ മെമ്പറെ? നിങ്ങളുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാനല്ല രമേശ മെമ്പറായ ഞാനിവിടെ ഉള്ളത്. ഇത് എത്ര വർഷമായിട്ട് ഞാൻ കേൾക്കണത്. എന്റെ ഈ കെട്ടിനും മെമ്പറുടെ വാക്കിനും ഒരു മാറ്റവും ഇല്ല. ഈ ഇലക്ഷന് മുമ്പ് നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും രമേശ. നീ ധൈര്യപ്പെട്ടു പോയിക്കും. നീ വണ്ടി എടുത്ത് സാധിക്കാം, ഇത് നടക്കുന്നല്ല. ഒന്ന് വേഗം വാടതക്കൂ. എടാ ദേവാണി, നമ്മൾ ഓടിക്കോ. അല്ല, എന്താ പരിപാടി? അത് പിന്നെ സ്കൂളിൽ എന്തോ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുട്ടികൾക്ക് 1-2 നായിന്റെ മോളെ, ഞാനില്ലാത്ത സമയത്തൊക്കെ ചെടികൾ വെക്കുന്നോടി. നമുക്കോ മക്കളില്ല. കൊച്ചു കുട്ടികളെന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സല്ലേ, പിള്ളേരല്ലേ ഏട്ടാ. 10 പുത്രന്മാർക്ക് തുല്യ ഒരു മരം ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വല്ലാക്കുന്ന. പച്ചല പോയിട്ട് ഉണക്കലെങ്കിലും അതിന് എടുക്കുന്ന ഞാൻ കണ്ടാൽ ready?
മരം ഞാൻ വെട്ടും. എന്റെ മരത്തെ തൊടാൻ നിന്റെ കൈ ഞാൻ വെട്ടും. ദൈവമേ, എന്ത് നല്ല സാരിയായിരുന്നു. നീ സാരിയും കൊണ്ട് അങ്ങോട്ട് പോണു. ഞാൻ ഇത് കത്തിക്കാൻ വീണു, മൊത്തം വെട്ടിരിക്കുന്നു. ഞാൻ ആ ഷൈബുവിനോട് ഒരു അലമാര കൊണ്ടുവരാൻ പറയട്ടെ. നീ പറഞ്ഞു നോക്ക്, അയാൾ വരുമോ നോക്ക്. എങ്ങനെ വരാനാണ്? എടി മഞ്ജു, എന്തേ ആ മണിയമ്പിള്ള നമ്മുടെ സാക്കിന്റെ കടയിൽ 200 മുട്ട മേടിച്ചേക്കണം. ഇത് കണ്ട സാധിക്ക് ചോദിച്ചേ 2 മാസത്തിൽ കാണാം. അയാൾ പറയണേ 2 ദിവസത്തിൽ കാണുന്നു. ഞെട്ടിപ്പോടിയാ. ഇതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയിട്ടേ വഴക്കിനൊന്നും പോണ്ടെന്ന്. ഒരടി കിട്ടിയാണ്ടല്ല രമേശേട്ടാ താങ്ങൂലട്ടാ. ഒട്ടുക്കത്തെ ആരോഗ്യമാണ് പണ്ടുറക്കാല്ലേ. അങ്ങനൊന്നുമില്ല. ഞാൻ തിന്നണതേ ചോറും മുട്ട പൊരിച്ചതൊക്കെ തന്നെയാണ്. അതിന്റെ ആരോഗ്യം എനിക്കുണ്ടാവും. നീ നോക്കിക്കോ. ഒരിക്കേ ഞാൻ ഈ പല്ല് നഖം വെച്ച് അവനെ തീർക്കും. നീ കണ്ടോ? ഉള്ള പല്ല് പോവാണ്ട് നോക്കിയാ മതി. എടാ, നീ എന്താണ് ഏതൊരു ഫ്രിഡ്ജ് തുറന്ന് നോക്കണത്? പോയിരുന്നു പഠിച്ചാടാ. മഞ്ജു അത് കൊച്ചല്ലേ. ചേട്ടാ, അതിനകത്ത് എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ട് ഏതൊരു തുറന്നു നോക്കാനായിട്ട്. എത്ര നാളായി TV ഓഫായിരിക്കണം. എന്തേലും ഒന്ന് കണ്ടിരിക്കാൻ ആ കേബിൾ എവിടെ ഒന്ന് പറയേ. അമ്മ പറയാനാണ്. അമ്മക്കറിയാലോ നമ്മുടെ അവസ്ഥ. ആരെങ്കിലും ഒന്നും ഇങ്ങോട്ട് വരണ്ടേ അമ്മേ. വിളിക്കണം. രമേശ, നിങ്ങളാ വാടാ, വാ കേറ്. അത് വേണ്ട. എന്നിട്ട് വേണം നിന്നെ പോലെ ഞങ്ങളും തലയെ കെട്ടി നടക്കാൻ. നീ ഇങ്ങോട്ട് വാ. എന്താ പ്രശ്നം? അതെ, നമ്മുടെ കയ്യിൽ ഒരു വെളിച്ചപ്പാട് വന്ന് പെട്ടിട്ടുണ്ട്. അയാൾ വന്നിട്ട് ഇവിടെ ഒന്ന് ഉറഞ്ഞു തുള്ളി കഴിഞ്ഞാൽ ഈ മരത്തിന്റെ കാര്യം തീരുമാനവും. അതിനൊക്കെ ഒരുപാട് പൈസ വരുവാടാ. അതങ്ങനെ പൈസയൊന്നും വരില്ല. അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം. വെളിച്ചപ്പാടും അയാളൊരു സഹായി ഉണ്ടാവും. ഒരു 500 രൂപ 2 ബിരിയാണി ഞങ്ങൾ ശരിയാക്കി തരാന്ന്. അത്രേ ഉള്ളൂ. ചേട്ടാ, അതെ, കുടുംബശ്രീയിൽ കൊടുക്കാനുള്ള 1500 രൂപ എൻ്റെ ഉണ്ട്. തൽക്കാലം അതെടുത്ത് കൊടുക്ക. കാര്യം നടക്കട്ടെ. കൊടുക്കാല്ലേ? കൊടുക്കാന്ന്. ഓക്കേടാ. അങ്ങനെയാണെങ്കിലേ വേറെ റെഡി ആയിട്ട് വാ. അയാളെ കൈയോടെ പൊക്കാം. നിങ്ങളുടെ റോട്ടിലിരിക്കാം. ദോഷങ്ങൾ ഒരുപാടുണ്ട് ഉണ്ണി. മരം വെട്ടിക്കാം. അവന്റെ അടിവേര് നമ്മൾ വീതറിയും. സാധിച്ചല്ലേ ദൈവേ. അല്ല വെളിച്ചപ്പാടെ കഴിക്കണോന്നൊക്കെ ഉണ്ട്. കഴിക്കാൻ പറ്റുന്നു. ഒരു പപ്പടം അങ്ങനെ എടുത്ത് തന്നെ. ആ, വെളിച്ചപ്പാടിന്റെ സ്ഥലം എവിടെയാന്നാ പറഞ്ഞത്? ശരിയല്ലേ? പതിയാശ്ശേരിയല്ലേ? ആണ്, ശരിയാണ്. ഇതിലേക്ക് പോകുമ്പോ ഞങ്ങളുടെ അടുത്തൊക്കെ ഇറങ്ങിട്ടാ. എന്റെ പൊന്നോ, ഞാനില്ല പൊടിമൂത്ത കൂടോത്രക്കാരനാണ് അവൻ. നിങ്ങൊരു ഉപകാരം ചെയ്യണം. 2 ദിവസം കഴിഞ്ഞിട്ട് പ്രോഗ്രാം ഉണ്ട്. ആ വിഗ് എങ്ങനെങ്കിലും കൂടി എത്തിച്ചേരണം. ബിരിയാണി പറയട്ടെ. അവസാനം കിട്ടിയല്ലയോ? ഇത് കുളിച്ച് ശുദ്ധി വരുത്തി വൃത്തിയുള്ളിടത്ത് നടുക. ഹിമാലയൻ സാധനങ്ങളിൽ നിന്നും ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പറിച്ചെടുത്തോണ്ട് വന്ന സാധനമായത്. ഞാൻ സൂക്ഷിക്കാതിരിക്കോ സ്വാമി? 10 പുത്രന്മാർക്ക് തുല്യം ഒരു മരം
അതാണ് வேலிய தாண்டி எட்டி பார்க்குதே கத்தையும் கொஞ்சம் கொஞ்சம் தூக்கி போகுதே ഇരിക്കട്ടെ ഒരു 5000 രൂപ കൃഷ്ണന്റെ പറമ്പിലെ ചെടി ഉണ്ടാകും തീർന്നു. ഇനി കോയാന്റെ പറമ്പിൽ തപ്പാം അവന്റെ ഒരു ചെടി. നാടനാണല്ലേ ഇത്ര മണം. ചാണകത്തിന് പിന്നെ അത്ര മണം ഉണ്ടാവും. നീ വന്ന കാര്യം പറ. എല്ലാ മണിയും പിള്ളേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നു. രമേശന്റെ വീട്ടിൽ അലമാരി കൊണ്ടുപോകണം. അതെ, ഇതെങ്ങനെ മനസ്സിലായി? മണിയമ്പളുടെ ഒരു ചെവിയേ. എടാ ഇവിടുത്തെ ഇല അനങ്ങിയാ ഞാൻ അറിയും. ഈ ചുറ്റിന് കണ്ണും കാതുക. ഷൈബ് വന്ന കാര്യം പറ. ആ വഴി നിൽക്കണ മരംകാരനെ അലമരനെ കൊണ്ടുപോകാൻ പറ്റണില്ല. അപ്പൊ പെട്ടായിരുന്നെങ്കിൽ മണിയമ്പള്ള ഒന്ന് മനസ്സ് വെച്ചാ എനിക്കൊരു കച്ചവടമായി. അപ്പൊ അതാണ് കാര്യം. മരം വെട്ടണം. അതെ, വെട്ടാ. പക്ഷേ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് കാശ് മേടിക്കാൻ വരാൻ കാല് കാണത്തില്ല. 10 പുത്രന്മാർക്ക് തുല്യം ഒരു മരം. അതാ എന്റെ പോളിസി. എന്റെ മണിയമ്പള്ളേ ഞാൻ അവിടെ വന്നിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ചാണോട് കളിച്ചാണ്ട് വളരട്ടെ. രമേശ, പ്രശ്നമാണ്. കടുപ്പാണ് സാധിക്കേ. ഭയങ്കര കുഴപ്പം. ഇത് എന്നീ തലകെട്ടും കെട്ടി നടന്നാൽ മതിയാ. കേട്ട് നമുക്ക് പൊട്ടിക്കണ്ടേ? നമുക്ക് പൊട്ടിക്കാടാ. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ല, ഇതൊരു രോമം പറിച്ചാലണ പോലെ ഉള്ളൂ. 100 ഗ്രാം വെളിച്ചോണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. കേട്ടാ പോരെ? ഞാൻ ചെയ്തുതരാം. നിങ്ങ ഇവിടെ ഇരിക്കി. മൈമുന, എടി മൈമുന, എന്തൊക്കാ എടി മന്ത്രിക്കാൻ വെച്ചിരുന്ന വിളിച്ചെന്തിയായി? അതെല്ലാം ഉച്ചയ്ക്ക് പപ്പടം പൊരിച്ചത്. മൈമുന, ഒരാളവിടെ വന്നിരിക്കണെങ്കിൽ ഈ പാതിരൊക്കെ ഞാൻ എവിടെ പോയിട്ട് വെളിച്ചെണ്ണ മേടിക്കും? ആ ചട്ടിയിലുള്ള വെളിച്ചെണ്ണ ഒരു കുപ്പിയിലാക്ക്. വേണമെങ്കിൽ ഇത്തിരി അത്ര ഒഴിച്ചോ. എന്നാ നീ പിന്നെ വെളിച്ചെടുത്തേ. ഇത് കൊണ്ടുപോയി മരത്തിൽ നിന്റെ തലമുട്ടനോടത്ത് നന്നായിട്ട് പരറ്റി കൊടുക്കും. മരത്തേല് ഈ എണ്ണ പരത്തിയാല് മണിയമ്പിള്ളയുടെ മനസ്സ് മാറി മരം മുറിക്കുമല്ലേ? മരം മുറിക്കൂല, നിന്റെ തല മരത്ത് വന്ന് തെന്നി മാറും. കനകവല്ലി പൂവേ പോലെ നീ നടന്നു വരുമോ? മഞ്ഞു പെയ്യും രാവിൽ എന്നെ തേടി വരുമോ? കനകവല്ലി കനകവല്ലി. എനിക്ക് ഇന്ദ്രവല്ലി കിട്ടിയ ദിവസമല്ലേ. നമുക്ക് ഇന്ദ്രവല്ലി പൂ ചൂടിക്കണ്ടേ? 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം. നിങ്ങളെ ഏതെങ്കിലും മരത്തെ പോയി പൂ ചൂടിക്കും. പൂ ചൂടിക്കാൻ വന്നിരിക്കുന്നു. കനകവല്ലി കനകവല്ലി കനകവല്ലി. അയ്യോ അമ്മേ, അമ്മേ. എടാ രമേശ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് സാധനം പിടിപ്പിച്ചേ.
ഇനി എന്ന് തീരൂടെ നിന്റെ ഈ ദുരിതം? എടാ ആ വെളിച്ചപ്പാട് ഉസ്താദൊക്കെ നമ്മളെ പറ്റിച്ചു. ഒരു വികാരിച്ചം വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കണ്ടാലോ? അതെ, എൻ്റെ ഇപ്പോഴത്തെ വികാരം എന്താന്ന് ഞാൻ നിനക്ക് കാണിച്ചായിരുന്നു. ഒരു വികാരിയച്ഛൻ. ഹലോ, എപ്പാ? ബാത്റൂമില്ല? ഞാൻ ദേ വരികയാണ്. എടാ അമ്മ ബാത്റൂമിൽ വീണു. ബാ പിടിച്ചിട്ടാ. പിടിച്ചോട്ടാ. കവർ അല്ലല്ലോ, നാടൻ പശുവിന്റെ അല്ലയോ? അതെ, അപ്പുറത്തെ അമ്മ അവരൊരുപാട് കഷ്ടപ്പെട്ടാ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതിന് അല്ല, കൊമ്പ് നിന്നെ കൊല്ലേണ്ടി വന്നാലും ആ മരക്കൊമ്പ് ചെയ്യാൻ പറ്റത്തില്ല. 10 പുത്രന്മാർക്ക് തുല്യം ഒരു മരം. വെറുതെ അല്ല നമുക്ക് കുട്ടികളുണ്ടാവാത്തെ, ആ വീട്ടുകാരുടെയും കൂടെ പ്രാക്ക. ആണോ? ഞാനങ്ങ് സഹിച്ച്. രമേശ, കാലം നൂറ്റമ്മേ. കാല് പുളിമുയിലൊന്ന് വീണ് മടങ്ങി. ഇല്ല മോനെ, ഏതാണ്? എന്നെ മനസ്സിലായല്ലോ നമുക്ക്? ഞാൻ ബീച്ചു ഇവിടുത്തെ വാർഡ് മെമ്പർ. അമ്മനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 5 വർഷം മുമ്പ് വോട്ട് ചോദിക്കാൻ വന്നല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പല്ലേ വന്നത്. ചേട്ടാ ഇത് പൊട്ടും. ആ പൊട്ടും, താഴ്ത്തുന്ന പൊട്ടും. അതൊക്കെ പോട്ടെ അമ്മ, ഇനി സൂക്ഷിച്ച് നടക്കണം കേട്ടാ. നമ്മുടെ ഒരു ഓട്ടാണ്, ചതിക്കല്ലേ. അപ്പൊ പോയിട്ട് എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ ഇറങ്ങിക്കോട്ടെ. ഒരു അത്യാവശ്യ കേസ്. അപ്പൊ ഇറങ്ങി ഏട്ടാ, നടക്കുമ്പോ സൂക്ഷിച്ചൊക്കെ നടക്കട്ടാ. രമേശ, മുനിറ 2 ഏക്കറിന്റെ കാര്യം എന്തായി? നമുക്ക് എന്തെങ്കിലും ചില്ലറ തടയാനാ? ഇലക്ഷനൊക്കെയാണ് പറഞ്ഞത്, മറക്കണ്ടട്ടാ. ഓക്കെ, മറക്കരുത്. കണ്ടിന്യൂ. ആ, ഞാൻ ആ രമേശിനെ കാണാൻ വന്നതാ. ആ രമേശ, ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിയണത്. ആ മിനിയാന്ന് വന്ന പാർട്ടിയും കൈയൊഴിഞ്ഞു. നീ ആ മണിയമ്പിളിനെ പേടിച്ച് ജീവിച്ചോ? എന്നാണ് നീ ആ മരക്കൊമ്പ് മുറിക്കുന്നോ അന്ന് നിന്റെ വീട് ഞാൻ കച്ചവടാക്കി തരും. പിടിക്കണമെന്ന് ഇതെന്താടോ, ഇതെന്ത് വഴിയാണിത്? ഒരാൾക്ക് വൃത്തിയായിട്ട് നടക്കാൻ പറ്റുള്ളൂ. രമേശ, എന്താണ് സാറേ? താനാണോ രമേശൻ? ഞാനാണ് സാറേ രമേശൻ. എന്താണ് പ്രശ്നം? സാറേ ഈ കൊമ്പ് കണ്ട, ഈ കൊമ്പ് കൊണ്ട് എൻ്റെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് സാറേ. എൻ്റെ അമ്മനൊന്ന് ഹോസ്പിറ്റലിൽ വരെയും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒരു ബന്ധുക്കൾ പോലും എൻ്റെ വീട്ടിലോട്ട് വരുന്നില്ല സാറേ.
അവസാനം ഞാൻ ഈ വീടൊന്ന് വിൽക്കാൻ നോക്കി, അത് നടക്കണില്ല. സഹിയായിട്ട് ഞാൻ ഈ കൊമ്പൊന്ന് മുറിക്കാൻ നോക്കി, അതിന് ഈ മണിയമ്പിള്ളില്ലേ എന്നെ കൊല്ലാൻ നോക്കി സാറേ. സാറേ, ഈ കാണണം അവന്റെ വീട്, അവൻ സ്ഥിരം പ്രശ്നക്കാരനാണ് സാറേ. വീടിയുടെ സൂക്കട തീർത്തു കൊടുക്കുന്നു സാറേ. മണിയമ്പിള്ള കായംകുളത്തുകാരനാണ് സാർ. ഇവിടെ വന്ന് താമസിക്കുന്നതാണ് അവൻ. അവനായിട്ട് മുട്ടിയാണ്ടല്ല പ്രശ്നം കേട്ടാ. ശ്രദ്ധിക്കണം, അവനായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ. നിർത്തത്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. എന്റെ ഫോട്ടോ പല പത്രത്തിലും ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ട്. സാറിന്റെ ഫോട്ടോ ഫ്രണ്ട് പേജിലല്ലേ വന്നേക്കണം. ഇവനായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ സാറിന്റെ ഫോട്ടോ ചരമോളത്തിൽ വരും. എന്താണ് അത്ര പ്രശ്നക്കാരനാണ് അവൻ. ലൈസൻസ് ഉള്ള പ്രാന്തനാണ്. മണിയമ്പിള്ളേ, 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 ഒഴിയടോ മണിയമ്പിള്ള. നല്ല സ്വയംഭ സാധനം അടിക്കഴി സാധനം അടിക്കണം. സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ആ മരം വെട്ടാൻ പോകുന്നില്ല. എന്നാ ഇരിക്കട്ടെ സാറേ. സാറേ, എനിക്കൊരു കാര്യം പറയാം. രമേശിനെതിരെ കേസെടുക്കണം. അവനാണ് പ്രശ്നക്കാരൻ. ഭരണഘടനാ പ്രിവിലേജ് പിള്ള സാറിന് തന്നെ കൊടുക്കണം. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഓക്കെ ഓക്കെ, കൊടുക്കാം കൊടുക്കാം. അപ്പൊ മറക്കണ്ട, 10 പുത്രന്മാർക്ക് തുല്യം ഒരു മരം. എന്നാ പിടി. പോട്ടെ. പ്രിയമുള്ള 50-50യുടെ പ്രവർത്തകർ, മണിയമ്പിള്ള ഇത്തവണയും നിയമത്തെ സ്വാധീനിച്ചു. പുലി പോലെ വന്ന SI എലി പോലെ പാഞ്ഞങ്ങോട്ട് പോയി. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അത്യാവശ്യം തല്ലാനും കൊല്ലാനും കാലുവാരാനും കൂറുമാറാനും ഒക്കെ നല്ല കരുത്തുള്ള പാർട്ടിയാണ് 50-50. ആ മണിയമ്പലയുടെ കൈയും കാലും തല്ലി ഓടിക്കണം, ആ മരം വെട്ടിക്കളയണമെന്ന്. വേണു വല്ലാണ്ട് രോക്ഷം കൊള്ളണ്ട. മണിയമ്പിള്ളയെ കൊണ്ട് ആ മരം വെട്ടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കഴിഞ്ഞ തവണ രമേശന്റെ വീട്ടിൽ നിന്ന് നമ്മൾ 3 വോട്ട് വാങ്ങിയത് ആ മരം വെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 5 വർഷം തികയാൻ പോകും. നമുക്കൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ആ വീട്ടിലെ 3 വോട്ട് കൊണ്ടാണ് നമ്മുടെ പാർട്ടി ജയിച്ചിട്ടുള്ളത്. ആ വീട്ടിലെ 3 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും. അപ്പം ഇത്തവണയെങ്കിലും നമുക്കൊരു ശാശ്വതമായ പരിഹാരം കാണണം. അപ്പം മാഷേ, നാളെ തന്നെ അനൗൺസ്മെന്റിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. കാര്യങ്ങളൊക്കെ ആളുകൾ അറിയട്ടെ. അപ്പം നമുക്ക് 2-3 വണ്ടികളും ബൈക്ക് സെറ്റും ഒക്കെ ഏർപ്പാടാക്കാം അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. കാരണം പാർട്ടിക്ക് ഫണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ കാശ് എങ്ങനെ ചെലവാക്കണം, എങ്ങനെ അനൗൺസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. അതേപോലെ കേട്ടാൽ പ്രിയപ്പെട്ട 10ാം വാർഡ് വോട്ടർമാരെ, നമ്മുടെ വരത്തനായ മണിയൻപള്ളിയുടെ ദാർഷ്ട്യത്തിന് മുമ്പിൽ മുട്ടുമടക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 50-50യുടെ കരുത്തനായ സാരഥി ബിജുമോൻ നാളെ വൈകിട്ട് രമേശന്റെ നടവഴിയിലെ തടസ്സമായി നിൽക്കുന്ന മരത്തിന്റെ കാര്യത്തിൽ ശക്തമായ ശാശ്വതമായ പരിഹാരം കാണാൻ പോകുന്ന വിവരം ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. എല്ലാ നല്ലവരായ വോട്ടർമാരെ, നാളെ വൈകുന്നേരം 5 മണിക്ക് രമേശന്റെ നടവഴിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട 10ാം വാർഡ് വോട്ടർമാരെ, നിതീഷേ, എന്താണ് പ്രശ്നം? നമ്മുടെ രമേശന്റെ വീട്ടിലെ വൈപ്രശ്നം. വർഷങ്ങളായിട്ടുള്ള രമേശിന്റെയും കുടുംബത്തിന്റെയും ദുരിതത്തിന് ഇന്നിവിടെ തിരശ്ശീല വീഴുകയാണ്. വരത്തനായിട്ടുള്ള മണിയൻപിള്ളയുടെ മുമ്പിൽ മുട്ടുമടക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ മാന്യമായ വോട്ടർമാരുടെ ഒരു പ്രതിബദ്ധതയുള്ള നേതാവെന്നുള്ള നിലയിൽ രമേശിന്റെയും കുടുംബത്തിന്റെയും തല മരത്തിൽ മുട്ടുകയോ പൊട്ടുകയോ ചെയ്യാതിരിക്കാൻ ഞാൻ ആ കർമ്മം അങ്ങ് നിർവഹിക്കുകയാണ്.
രമേശ രമേശ നിന്റെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമായിട്ടാണ് ഈ മെമ്പറായി ബിജു എത്തിയിട്ടുള്ളത്. സെക്യൂരിറ്റി അതെടുത്തു. ഇതിവിടെ വെച്ച് കെട്ടാനാണ് നമ്മുടെ പരിപാടി. മെമ്പറെ, ഇതാണോ തൻ്റെ ശാശ്വതമായ പരിഹാരം? 3 വോട്ടിന് വേണ്ടി താനീ കാണിച്ചു വെച്ച പ്രവൃത്തിയില്ലേ, അതെന്നെ ഏറെ വേദനിപ്പിച്ചടോ. ഞങ്ങൾ വോട്ട് ചെയ്തേക്കാടോ, വോട്ട് ചെയ്തേക്കാം. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരായി പോയി. ഇനി ഞങ്ങളെ സഹായിക്കാന്നും പറഞ്ഞുകൊണ്ട് ഒരാളും ഈ പടി കടന്നു പോകരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാടോ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാം. മരിക്കുന്നവരെ ഇതിൻ്റെ അകത്ത് എന്ത് നോക്കിയൊക്കെയാണ്. ബാ.